Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 21,462 ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് 153 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിൽ 21,615 ഓപ്പൺ ആയത്. അതിനുശേഷം 21,670 എന്ന ഉയരം രേഖപ്പെടുത്തിയിട്ട് വീണ്ടും ഡൗൺവേർഡ് സഞ്ചരിച്ച് 21,575 എന്ന ലോയും രേഖപ്പെടുത്തി. ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് നിഫ്റ്റിക്ക് ഒരു 176 പോയിന്റിന്റെ പ്ലസിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. ഇന്ന് ആകെ നൽകിയ മൂവ്മെന്റ് എന്ന് പറയുന്നത് കേവലം 95 പോയിന്റിന്റേതാണ്. ഡെയിലി ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ അപ്പർ സൈഡും ലോവർ സൈഡും ഈക്വലി ലെങ്ത് ഉള്ള ഷാഡോസ് ഉള്ള ഒരു ഡോജി ക്യാൻഡിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. എങ്കിലും അത് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് നാളെയും ഒരു അപ്വേർഡ് മൂവ്മെന്റ് എന്ന പ്രതീക്ഷ വെക്കാം എന്ന് മാത്രം. ഓക്കെ, ഈ 95 പോയിന്റ് മൂവ്മെന്റ് തന്ന ഇന്നേ ദിവസം ഇന്നലത്തെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ അനുസരിച്ച് നമുക്ക് എന്ത് ട്രേഡ് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് എന്ന് പരിശോധിക്കാം. നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ ഇന്നലെ 21,693 ലെവലായിരുന്നു സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ലായി ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതുപോലെ തന്നെ 21,412 സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി റെഡ് കളറിലും രേഖപ്പെടുത്തിയിരുന്നു. ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ 21,452 എന്ന ലോവർ സൈഡിലുള്ള ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ അതുവരെ നൽകിയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുമെന്നും ടാർഗറ്റായി ആദ്യമായി 21,550, തുടർന്ന് 638, 693 എന്നിവ പ്രതീക്ഷിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് 21,549 മുകളിലാണ് ഓപ്പണിംഗ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഓപ്പണിംഗ് ലോ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. ഈ ഏരിയ ഹെവി റെസിസ്റ്റൻസ് ഏരിയ ആണെന്നും ഈ ഏരിയയിൽ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ ടാർഗറ്റ് കവർ ചെയ്ത് പിന്നീട് പ്രൈസ് എന്ത് ചെയ്യുന്നു എന്ന് വ്യക്തമായി നിരീക്ഷിച്ച് ഒരു കറക്റ്റ് ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ വീണ്ടും ട്രേഡ് ചെയ്യാവൂ എന്നുമായിരുന്നു നമ്മളുടെ പ്ലാന്. അപ്പോൾ ഇന്ന് ഓപ്പണിംഗ് ക്യാൻഡിൽ ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു അപ്വേർഡ് ക്ലോസിംഗ് ആണ് തന്നത്. അതിനുശേഷം അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് ട്രേഡ് ചെയ്തത്. എന്നാൽ തുടർന്ന് ഇറങ്ങി വന്ന് ഓപ്പണിംഗ് ലോയെ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും അപ്വേർഡ് സഞ്ചരിക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നും നമ്മുടെ ബ്ലാക്ക് ലൈനിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ എടുത്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു ATM കോൾ ഓപ്ഷൻ എങ്കിലുമാണ് വാങ്ങിയിരുന്നെങ്കിൽ ഒരു 20 പോയിന്റ് 18 പോയിന്റിന്റെ ടാർഗറ്റ് ലഭിച്ചിരിക്കും. എന്നാൽ ഈ ഏരിയ ഹെവി സെല്ലിംഗ് സോൺ ആണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന 21,693 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി ഹോൾഡ് ചെയ്തുകൊണ്ട് പുട്ട് ഓപ്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ലഭിക്കത്തക്ക രീതിയിൽ ഹോൾഡ് ചെയ്തിരുന്ന ഒരാൾക്ക് സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ബുധനാഴ്ചത്തെ ഹെവി ഫാളിങ്ങിന്റെ അന്ന് ക്ലോസ് ചെയ്ത പോയിന്റ് ഈ ലെവൽ ഒരു സപ്പോർട്ടായി കണക്കാക്കി പ്രൈസ് അവിടെ നിന്നും അപ്വേർഡ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു എന്ന ഫീൽ നൽകിയപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഏരിയയിൽ നിന്നും ബൈ ചെയ്തിരുന്ന ഒരാൾക്കും ചെറിയ ലെവൽ റേഞ്ചിലുള്ള ഒരു ടാർഗറ്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. ഓപ്പണിംഗ് ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് സഞ്ചരിച്ചു എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ റിവേഴ്സ് ലഭിക്കുമ്പോൾ വീണ്ടും പ്രൈസ് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ അതൊരു എൻട്രി ആയി കണക്കാക്കി ഈ ഏരിയയിൽ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയ ആൾക്കും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാർക്കറ്റ് പൂർണ്ണമായ സമയവും ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റ് ഒരു റേഞ്ചിൽ മാത്രമാണ് മൂവ് ചെയ്തത്. 95 പോയിന്റിന്റെ മൂവ്മെന്റ് തന്നു എങ്കിലും അതൊരു ഡയറക്ഷനിലേക്ക് അല്ലാതിരുന്നതിനാൽ
വ്യക്തമായ ഒരു ട്രേഡിംഗ് അവസരം ആർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടാവില്ല. ഏത് രീതിയിൽ എൻ്റർ ആയ ഒരാൾക്കും ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ മാത്രം എടുത്തുകൊണ്ട് എക്സിറ്റ് ആവാനേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഇന്ന് ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് അത്ര ഗുണകരമായ ഒരു ദിവസമായിരുന്നില്ല. കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ തന്നെയാണ് പ്രൈസ് ഉണ്ടായിരുന്നതും ഓപ്പൺ ആയതും മൂവ് ചെയ്തതും എങ്കിലും ഒരു ട്രെൻഡ് രൂപപ്പെടാതിരുന്നതിനാൽ ഇന്നത്തെ ദിവസം അത്ര പ്രോഫിറ്റബിൾ ആയ ട്രേഡുകളല്ലായിരുന്നു ലഭിച്ചത്. ഓക്കെ, ഇന്നത്തെ ഈ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി അടുത്ത ദിവസത്തെ ട്രേഡിംഗ് നമുക്ക് എങ്ങനെയായിരിക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്ന പോയിന്റ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. അത് 21,693 എന്ന ലെവലിൽ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നത് ഞാൻ 21,575 എന്ന് പറയുന്ന ഇന്നത്തെ ലോയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ബ്ലാക്ക് ലൈനുകൾ 21,585, 655 എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന ഒരു ഇൻഡിക്കേഷൻ, പ്രൈസ് അപ്വേർഡ് പോകും എന്ന ഒരു ഇൻഡിക്കേഷനാണ് തരുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും 21,575 എന്ന് പറയുന്ന ഇന്നത്തെ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,655. അതിന് തൊട്ടുപുറകെ ഇന്നത്തെ ഹൈ ലഭിക്കണം. ആ ഹൈക്കും മുകളിൽ കടന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 21,693, 21,733 എന്നീ ലെവലുകൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ പോകുന്നത് എന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ഇൻഡിക്കേഷൻ നൽകുകയാണെങ്കിൽ അതുവരെ നൽകിയ ഹൈ അല്ലെങ്കിൽ പ്രധാനമായും 693 എന്ന ലെവൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുന്ന പക്ഷം 21,550 എന്ന് കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ചത്തെ ലോ ബ്രേക്ക് ചെയ്യണം. തുടർന്ന് ഈ ഏരിയ 21,541 എന്ന ഇന്നലത്തെ ഹൈ ടാർഗറ്റായി പ്രതീക്ഷിക്കാം. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് ഡൗൺവേർഡ് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമുക്ക് ഈ 21,477 എന്ന ലെവൽ ടാർഗറ്റായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ 21,477, 21,420, 350 എന്നീ ടാർഗറ്റുകളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടാർഗറ്റുകളും നമ്മളുടെ പ്രതീക്ഷയിലുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നാളെ ശനിയാഴ്ചയാണ്, പക്ഷേ മാർക്കറ്റ് 2 സെഷനായി 2 hours വർക്ക് ചെയ്യും, തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് നമ്മളുടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലാനിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്കറിയില്ല. കുറഞ്ഞ സമയം മാത്രമേ മാർക്കറ്റ് ഉള്ളൂ എന്നതിനാൽ മോസ്റ്റ്ലി ഞാൻ ട്രേഡ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യമായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ തിങ്കളാഴ്ചത്തേന് വേണ്ടി മറ്റൊരു പ്ലാൻ ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ അത് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, വീഡിയോ കേൾക്കണം, കൃത്യമായി നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ പിന്നീട് നമ്മൾക്ക് ആവശ്യമായി വരുന്നത് എക്സിക്യൂഷനാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് ഫീൽ ചെയ്താൽ നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക, പിന്നെ സമാധാനമായി ഡിസിപ്ലിനോടെ വെയിറ്റ് ചെയ്യുക, എയ്തർ ഫോർ ടാർഗറ്റ് ഓർ ഫോർ സ്റ്റോപ്പ് ലോസ് എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന നല്ല മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.